ലോകേശ ചൈതന്യമയാദിദേവ ശ്രീകാന്ത വിഷ്ണോ ഭവതാജ്ഞയൈവ പ്രാതഃ സമുദ്ധായ തവ പ്രിയാർത്ഥം സംസാരയാത്രാം അനുവർത്തയിഷ്യേ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അതാഷ്ടഷഷ്ടിതമോധ്യായഃ. 68-ാമത്തെ അധ്യായത്തില് ഇന്ന് നമുക്ക് 19 മുതൽ 33 വരെയുള്ള ശ്ലോകങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. ഹസ്തിനപുരത്തിലെത്തിയ ബലരാമനെയും ഉദ്ധവരെയും ധൃതരാഷ്ട്രം മറ്റും ആദരവോടെ സ്വീകരിച്ചു. ബലരാമൻ അവരോട് ഉഗ്രസേനൻ പറഞ്ഞ വാക്കുകൾ പറയുന്നു. അതായത് എല്ലാവരും കൂടെ ചേർന്ന് സാമ്പനെ ആക്രമിച്ച് അവനെ ബന്ധിച്ചത് അധർമ്മമായി പോയി എന്ന് പറഞ്ഞു. ഇത് കേട്ടതും കുരുക്കൾക്ക് കോപമുണ്ടായി. അവർ പറഞ്ഞു, ഹീനരായ നിങ്ങൾ യോഗ്യന്മാരായ ഞങ്ങളോട് കൽപ്പിക്കുകയാണോ? വൃഷ്ണിവംശത്തിൽ നിന്നും തങ്ങളുടെ കുലത്തിലേക്ക് കുന്തിയെ പാണ്ഡു വിവാഹം ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് രാജകീയ ആഡംബരങ്ങളെല്ലാം കിട്ടിയത്. അത് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ്, ഞങ്ങളുടെ അനുഗ്രഹത്താലാണ് നിങ്ങൾ അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഞങ്ങളോട് നിങ്ങൾ ആജ്ഞാപിക്കുകയോ കഷ്ടം തന്നെ എന്ന് പറഞ്ഞു. ഇത് കേട്ട് ബലരാമന് ദേഷ്യമുണ്ടായി. ബലരാമൻ വിചാരിച്ചു, ദുർജനങ്ങളായ ഇവർക്ക് ശിക്ഷ കൊടുത്തേ മതിയാകൂ. ഇത്രയും ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 19. തം സംഗമ്യ യഥാന്യായം ഗാമർഘ്യം ച ന്യവേദയൻ തേഷാം യേ തത്പ്രഭാവജ്ഞാ പ്രണേമു ശിരസാ ബലം. തം സംഗമ്യ യഥാ അന്യായം ഗാം അർഘ്യം ച ന്യവേദയൻ. തം അവനെ, ബലരാമനെ, യഥാ അന്യായം യഥാന്യായ ന്യായപ്രകാരം സംഗമിച്ചിട്ട് ഗാം ഗോവിനെയും പശുവിനെയും അർഘ്യത്തെയും നിവേദൻ കൊടുത്തു. അതായത് ബലരാമൻ എത്തിയപ്പോൾ ബലരാമന് സാധാരണ ഇതുപോലെ വരുമ്പോൾ ആദ്യം പശുക്കളെ ദാനം ചെയ്യും. പശുക്കളെയും കൊടുത്ത് അർഘ്യങ്ങളൊക്കെ കൊടുത്തു ബലരാമനെ യഥാവിധം സൽക്കരിച്ചു. തേഷ അവരുടെ സംഘത്തിൽ തത്പ്രഭാവജ്ഞ അവന്റെ മാഹാത്മ്യത്തെ അറിയുന്നവരായ യാതൊരുത്തർ ബലനെ ശിരസ് കൊണ്ട് പ്രണമിച്ചു. അപ്പൊ ബലരാമന്റെ മഹത്വം അറിയാവുന്ന ചിലർ അദ്ദേഹത്തെ നമിച്ചു. അതായത് അവര് അവിടെ വരുമ്പോ പശുവിന് പിന്നെ നാളികേരം, പുഷ്പം, താമ്പൂലം, പൂജാദ്രവ്യങ്ങൾ ഇതെല്ലാം മുൻഭാഗത്ത് വച്ച് നിവേദിക്കും. പിന്നെ അവരുടെ സംഘത്തിൽ വൃത്തന്മാരിൽ വച്ച് ബലരാമന്റെ പ്രഭാവം നന്നായി അറിയാവുന്ന ചിലർ പ്രായമൊന്നും നോക്കാതെ ബലരാമന്റെ പാദങ്ങൾ സാഷ്ടാംഗം നമസ്കരിച്ചു. തം സംഗമ്യ യഥാന്യായം ഗാമർഘ്യം ച നിവേദയൻ തേഷാം ഏതത് പ്രഭാവജ്ഞ പ്രണേമു ശിരസാ ബലം. ശ്ലോകം 20. ബന്ധൂൻ കുശലിന ശ്രുത്വാ പൃഷ്ട്വാ ശിവമനാമയം പരസ്പരമഥോ രാമോ ബഭാഷേ അവിക്ലവം വചഃ. ബന്ധൂൻ കുശലിനഃ ശ്രുത്വാ പൃഷ്ട്വാ ശിവം അനാമയം പരസ്പരം അധഃ
രാമഃ ബഭാഷ അവിക്ലവം വചഃ. രാമൻ ബലരാമൻ ബന്ധുക്കളെ കുശലിന സൗഖ്യമുള്ളവരായിട്ട് ശ്രുത്വ കേട്ടിട്ട്. അപ്പോൾ ബലരാമനെ അവർ സ്വീകരിച്ചു, കുശലാന്വേഷണമൊക്കെ നടത്തി. അപ്പൊ അവര് കുശല പ്രശ്നമൊക്കെ ചെയ്തതിന് ശേഷം ശിവം സുഖത്തെയും അനാമയം ആരോഗ്യത്തെയും പരസ്പരം അന്യോന്യം ചോദിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും കുശലാന്വേഷണം ചോദിച്ചു, എല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവിക്ലവം ഗൗരവമായ വചസ്സിനെ ബഭാഷ പറഞ്ഞു. അപ്പൊ കുശല പ്രശ്നങ്ങൾ ചെയ്തതിന് ശേഷം രാമൻ ഗൗരവമായ ഒരു കാര്യം പറഞ്ഞു. ബന്ധൂൻ കുശലിന ശ്രുത്വാ പൃഷ്ട്വാ ശിവമനാമയം പരസ്പരമഥോ രാമോ ബഭാഷേ അവിക്ലവം വചഃ. ശ്ലോകം 21. ഉഗ്രസേന ക്ഷിതീശേഷോ യദ്വാ ആജ്ഞാപയത് പ്രഭുഃ തത് അവ്യഗ്രധിയ ശ്രുത്വാ കുരുധ്വം മാ വിളംബിതം. ഉഗ്രസേനഃ ക്ഷിതീശേഷ യദ്വാ ആജ്ഞാപയത് പ്രഭുഃ തത് അവ്യഗ്രധിയഃ ശ്രുത്വാ കുരുധ്വം മാ വിളംബിതം. ക്ഷിതീശേഷ രാജരാജനായും രാജാക്കന്മാരുടെ രാജനായും പ്രഭുഹു സമർത്ഥനുമായിരിക്കുന്ന ഉഗ്രസേനൻ ബലരാമൻ ഉഗ്രസേനൻ പറഞ്ഞയച്ച ആ സന്ദേശം ഇവിടെ പറയുകയാണ്. ഉഗ്രസേനൻ വഹ നിങ്ങളോട് യാതൊന്നിനെ ആജ്ഞാപിക്കുന്നുവോ അത് അതിനെ അവ്യഗ്രധിയ സമാധാന ചിത്തരായി ശുദ്ധ്വ കേട്ടിട്ട് കുരുധ്വം ചെയ്യുവിൻ മാ വിളംബിതം താമസമരുത്. ഇപ്പൊ ഉഗ്രസേനൻ ഒരു സന്ദേശം പറഞ്ഞയച്ചിട്ടുണ്ട്, അത് നിങ്ങൾ സമാധാനമായിട്ട് കേട്ടിട്ട് വേണ്ട വിധം പ്രവർത്തിക്കുക. മാ വിളംബിതം താമസം അരുത്. ഉഗ്രസേന ക്ഷിതീശേഷോ യദ്വാ ആജ്ഞാപയത് പ്രഭുഃ തദ്വ്യഗ്രധിയ ശ്രുത്വാ കുരുധ്വം മാ വിളംബിതം. ശ്ലോകം 22. യദ്യൂയം ബഹവസ്ത്വേകം ജിത്വാ ധർമ്മേണ ധാർമ്മികം അബധ്നീതാഥ തന്മൃഷ്യേ ബന്ധൂനാം ഐക്യകാമയാ. യദ് യൂയം ബഹവഃ തു ഏകം ജിത്വാ അധർമ്മേണ ധാർമ്മികം അബധ്നീത അഥ തത് മൃഷ്യേ ബന്ധൂനാം ഐക്യകാമയ. ഇപ്പൊ ഉഗ്രസേനൻ എന്തോന്നാണ് പറഞ്ഞത്? അതായത് നിങ്ങൾ കുറെ പേര് ചേർന്ന് ധർമ്മിഷ്ഠനായ ഒരുവനോട് എതിർത്തത് രാജനീതിക്ക് എതിരാണ്. അതാണ് പറഞ്ഞത്. ബഹുക്കളായ യൂയം നിങ്ങൾ അനേകം പേർ ധർമ്മത്തിൽ നിന്ന് തെറ്റാത്തവനായ ഏകം ഒരുവനെ, അതായത് സാമ്പനെ അധർമ്മമായിട്ട് ജയിച്ചു. അതായത് സാമ്പൻ എല്ലാ പേരോടും എതിരിട്ട് നിന്നതാണ്. പക്ഷെ എല്ലാവരും കൂടെ ഒന്നിച്ചാക്രമിച്ചപ്പോൾ സാമ്പൻ തോറ്റുപോയി. അപ്പൊ അങ്ങനെ അധർമ്മത്തിൽ കൂടി അവനെ ജയിച്ചിട്ട് അബധ്നീത ഇതിയത് ബന്ധിച്ചു എന്നത് ബന്ധുക്കളുടെ ഐക്യകാമയ ചേർച്ചയിലുള്ള ആഗ്രഹത്താൽ അതിനെ മൃഷ്യെ സഹിക്കുന്നേ. അപ്പൊ നിങ്ങള് ചെയ്തത് അധർമ്മമാണ്, പക്ഷെ നമ്മൾ ബന്ധുക്കളാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇതിനെ ക്ഷമിക്കുന്നു എന്ന് ഉഗ്രസേനൻ പറഞ്ഞയച്ചതിന് ബലരാമൻ കുരുക്കളോട് ധൃതരാഷ്ട്രരും മറ്റുള്ളവരുമായിട്ട് പറഞ്ഞു. അതായത് നിങ്ങൾ ചെയ്തത് അധർമ്മമാണ്, എല്ലാവരും കൂടെ ചേർന്ന് ധർമ്മിഷ്ഠനായ ഒരുത്തനെ ആക്രമിച്ചു, അവനെ ബന്ധിച്ചു, അത് അധർമ്മമാണ് എന്ന് പറഞ്ഞു. യദ്യോയം ബഹവസ്ത്വേകം ജിത്വാ ധർമ്മേണ ധാർമ്മികം അബധ്നീതാഥ തന്മൃഷ്യേ ബന്ധൂനാം ഐക്യകാമയാ. ശ്ലോകം 23.
വീര്യശൗര്യബലോന്നതം ആത്മശക്തി സമം വച കുരവോ ബലദേവസ്യ നിശമ്യോജു പ്രകോപിതാഃ. വീര്യശൗര്യബലോ ഉന്നതം. വീര്യം അതായത് പരാക്രമം, ശൗര്യം ഉത്സാഹം, ഉന്നത ശരീര സാമർത്ഥ്യം, ബല. വീര്യ ശൗര്യ ബല ഉന്നത. പരാക്രമം, ഉത്സാഹം, ശരീര സാമർത്ഥ്യം ഇവ കൊണ്ട് ഉന്നത ഉയർന്ന നിലയിലുള്ള ആത്മശക്തി സമം സ്വന്തം ശക്തിക്ക് അനുസരിച്ചതായ ബലദേവസ്യ ബലദേവന്റെ വചഃ വാക്കിനെ നിശമ്യ കേട്ടിട്ട് പ്രകോപിതാഹ ഏറ്റവും കോപിച്ചവരായ കുരവഹ കുരുക്കൾ ഊജുഹു പറഞ്ഞു. അപ്പൊ ബലരാമന്റെ ഇപ്രകാരമുള്ള വാക്ക് കേട്ട് കുരുക്കൾക്ക് ദേഷ്യമുണ്ടായി. അവർ ഇപ്രകാരം പറഞ്ഞു. അപ്പൊ ബലരാമന് എല്ലാം പറയാനുള്ള ആ ധൈര്യവും സാമർഥ്യവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? ബലരാമൻ ഒരു തടസ്സവും കൂടാതെ തന്നെ ഉഗ്രസേനൻ പറഞ്ഞതിനെ അങ്ങ് പറഞ്ഞതും കുരുക്കൾക്ക് ദേഷ്യമുണ്ടായി. അവർ ഇപ്രകാരം പറഞ്ഞു. വീര്യശൗര്യ ബലോന്നതം ആത്മശക്തി സമം വച കുരവോ ബലദേവസ്യ നിശമ്യോജു പ്രകോപിതാഹ. നിശമ്യ ഊജുഹു പ്രകോപിതാഹ. ശ്ലോകം 24. അഹോ മഹച്ചിത്രമിദം കാലഗത്യാ ദുരത്യയാ ആരുരുക്ഷത്യ ഉപാനത് വൈ ശിരോ മുകുടസേവിതം. അഹോ മഹച്ചിത്രം ഇതം. ഇത് മഹത്തായ ചിത്രം എന്ന് വെച്ചാൽ ആശ്ചര്യം തന്നെ. അഹോ കഷ്ടം തന്നെ. കാലഗത്യ കാലത്തിന്റെ ഗതി ദുരത്തെ അതിക്രമിക്കാൻ കഴിയാത്തതാകുന്നു. കാലത്തിന്റെ പോക്ക് നോക്കണേ. എന്താണ്? മുകുടസേവിതം കിരീടത്താൽ സേവിക്കപ്പെട്ടതായ ശിരസിനെ ഉപാനത് പാദരക്ഷ ചെരുപ്പ് കൊണ്ട് ആരുരുക്ഷതി ചെരുപ്പ് കൊണ്ട് കയറിയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് കിരീടം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ശിരസില് ചവിട്ടി കയറി പാദരക്ഷയ്ക്ക് കയറിയിരിക്കാൻ ആഗ്രഹം വന്നിരിക്കുകയാണല്ലോ. ചെരുപ്പിന് ഈ കിരീടത്തിന്റെ പുറത്ത് കയറിയിരിക്കാൻ ആഗ്രഹം വന്നിരിക്കുകയാണല്ലോ. അതുപോലെയാണല്ലോ നിങ്ങൾ പറയുന്നത്. ഹീനന്മാരായ നിങ്ങൾ യോഗ്യന്മാരായ ഞങ്ങളോട് കൽപ്പിക്കുകയോ? അതിന് ഉദാഹരണം എന്താണ്? കിരീടത്തിന്റെ മുകളിൽ ചെരുപ്പ് കയറിയിരുന്നാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് നിങ്ങൾ. താഴ്ന്ന ഹീനന്മാരാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ആഡംബരമൊക്കെ കിട്ടിയിരിക്കുന്നത് ഞങ്ങളുടെ കൃപ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ആക്ഷേപിച്ച് പറയുന്നത്. അഹോ മഹച്ചിത്രമിതം കാലഗത്യാ ദുരത്യയാ ആരുരുക്ഷത്തുപാനത് വൈ ശിരോമുകുടസേവിതം. ശ്ലോകം 25. ഏതേ യൗനേന സമ്പദ്ധ സഹശയ്യാസനാശയാ വൃഷ്ണയസ്തുല്യതാം നീത അസ്മദ്ദത്ത നിർവാസനാഹ. അപ്പൊ കാരണം എന്താണ്? ഏതേ യൗനേന വെച്ചാൽ വിവാഹത്താൽ സംബന്ധത്തെ പ്രാപിച്ചതായ, അതായത് കൃഷ്ണന്റെ അച്ഛന്റെ സഹോദരി, അതായത് വസുദേവരുടെ സഹോദരിയാണ് കുന്തിയെ ഈ കുലത്തിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. ആര്? കുന്തിയെ വിവാഹം ചെയ്ത ആരാണ്? പാണ്ഡു. അപ്പൊ പാണ്ഡു കുന്തിയെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ടാണ് ഏതേ വൃഷ്ണയ ഈ വൃഷ്ണികൾ സഹശയ്യാസനാശയ ഒരുമിച്ചുള്ള ശയനം, ആസനം, ഭോജനം എന്നിവയോട് കൂടിയവരും. അതായത് ഞങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് ഇരിക്കാനും കിടക്കാനും ഭക്ഷണം കഴിക്കാനും അധികാരം കിട്ടിയത് എങ്ങനെയാണ്? കുന്തിയെ ഇവിടെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് തക്ക ഇരിക്കാനോ കിടക്കാനോ ഉള്ള യോഗ്യതയൊന്നും നിങ്ങൾക്ക് ഇല്ല എന്ന് പറയുകയാണ്. അസ്മത് ദത്ത നൃപാസന ഞങ്ങളാൽ നൽകപ്പെട്ട രാജസിംഹാസനത്തിൽ
ഇരിക്കാനുള്ള യോഗ്യതയും തുല്യതയെ നയിക്കപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് ഈ അവകാശമൊക്കെ കിട്ടിയത് എന്തുകൊണ്ടാണ്? കുന്തിയെ ഇവിടെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അധികാരമൊന്നും കിട്ടുകയില്ലായിരുന്നു. അപ്പൊ രാജസിംഹാസനത്തിൽ ഇരിക്കാനുള്ള യോഗ്യതയും ഞങ്ങളാണ് നിങ്ങൾക്ക് തന്നത്. എന്നിട്ട് അങ്ങനെയുള്ള ഞങ്ങളോട് നിങ്ങൾ കൽപ്പിക്കുക, ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ യോഗ്യതയൊക്കെ ഉണ്ടായത് എന്ന് ആക്ഷേപിക്കുകയാണ്. ഏതേ യൗനേന സമ്പദ്ധ സഹശയ്യാസനാശന വൃഷ്ണയതുല്യതാം നീത അസ്മദ്ദത്ത നൃപാസനാഹ. ശ്ലോകം 26. ചാമരവ്യജനേ ശംഖം ആദപത്രം ച പാണ്ഡുരം കിരീടമാസനം ശയ്യാം ഭുഞ്ചന്ത്യസ്മത് ഉപേക്ഷയാ. ചാമരവ്യജനേ, വെഞ്ചാമരം ആലവട്ടം, ശംഖം ആദപത്രം, ശംഖ് ആദപത്രം ച പാണ്ഡൂരം. പാണ്ഡൂരം എന്ന് വെച്ചാൽ വെളുത്ത ആദപത്രം. കുട, കിരീടം, ആസനം ഇരിക്കാനുള്ള സിംഹാസനം, ശയ്യ ഇവയെ അസ്മത് ഉപേക്ഷയ ഞങ്ങളുടെ ഉപേക്ഷ കൊണ്ട് പുഞ്ചന്തി അനുഭവിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് രാജചിഹ്നങ്ങളൊന്നും ധരിക്കാൻ യോഗ്യതയില്ല. ഞങ്ങൾ ആ കാര്യത്തിൽ അത്ര ശ്രദ്ധിക്കായോ ഉപേക്ഷിച്ച് വിട്ടതുകൊണ്ട് നിങ്ങളിപ്പോൾ ആലവട്ടം, വെഞ്ചാമരം, ശംഖ്, വെൺകൊറ്റക്കുട, കിരീടം, സിംഹാസനം, രാജോചിതമായ ശയ്യ, കിടക്ക എന്നിവയെല്ലാം ഉപയോഗിക്കുന്നു. ഞങ്ങൾ പോട്ട് എന്ന് വിചാരിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക്, അതായത് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങൾക്ക് ഇതെല്ലാം ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ചാമരവ്യജനേ ശംഖം ആദപത്രം ച പാണ്ഡുരം കിരീടമാസനം ശയ്യാം ഭുഞ്ചന്ത്യസ്മതുപേക്ഷയാം. ശ്ലോകം 27. അലം യദൂനാം നരദേവലാഞ്ജനൈർ ധാതുപ്രദീപൈ ഫണിനാമിവാമൃതം യേ അസ്മത് പ്രസാദോപജിതാ ഹി യാദവ ആജ്ഞാപയത്യദ്യ ഗതത്രപാബദ. അലം യദൂനാം നരദേവ ലാഞ്ഛനൈഃ ധാതുഃ പ്രദീപൈഃ ഫണിനാം ഇവ അമൃതം യേ അസ്മത് പ്രസാദ ഉപജിത ഹി യാദവ ആജ്ഞാപയന്തി അദ്യ. അതാണ് ആജ്ഞാപയന്തി അദ്യ ഗതത്രപാഹ ബദ. അലം യദൂനാം നരദേവ ലാഞ്ഛനൈ. അപ്പോ മതി, നിങ്ങള് നരദേവ ലാഞ്ഛനൈ രാജചിഹ്നങ്ങൾ കൊണ്ട് യാതൊരു യാദവന്മാർ അസ്മത് പ്രസാദോപജിത ഞങ്ങളുടെ പ്രസാദത്താൽ സിദ്ധിയെ പ്രാപിച്ചവരല്ലേ. മതി. ഫണിനാം സർപ്പങ്ങൾക്ക് അമൃതമിവ അമൃതം എന്ന പോലെ ധാതു കൊടുത്തവനും പ്രദീപൈ വിരോധികളുമായിരിക്കുന്നവരാണ് നിങ്ങൾ. അതായത് പാമ്പിന് പാൽ കൊടുത്താൽ എങ്ങനെയിരിക്കും? കൊടുത്ത കൈക്ക് തന്നെ കൊത്തും. അതുപോലെയാണ് നിങ്ങളിപ്പോൾ. നിങ്ങൾ സർപ്പങ്ങൾക്ക് അമൃതം കൊടുത്തതുപോലെയാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഈ രാജകീയ ചിഹ്നം നരദേവ ലാഞ്ഛനെ രാജകീയ ചിഹ്നങ്ങൾ തന്നത്. അതുകൊണ്ട് അതൊക്കെ മതി. യാതൊരു യാദവന്മാർ അസ്മത് പ്രസാദോപജിത ഞങ്ങളുടെ പ്രസാദത്താൽ പ്രസിദ്ധിയെ പ്രാപിച്ചവർ തന്നെയല്ലേ നിങ്ങൾ. അതെ, ഇപ്പോൾ ഗതത്രപാഹ ലജ്ജയില്ലാത്തവരായിട്ട് ആജ്ഞാപിക്കുന്നു. കഷ്ടം. ഇപ്പം ലജ്ജയില്ലാത്തവരായിട്ട് നിങ്ങൾ ആജ്ഞാപിക്കുകയാണ്. ഞങ്ങളുടെ ഔദാര്യം കൊണ്ട് ശ്രേഷ്ഠരായവരാണ്, രാജചിഹ്നം കിട്ടിയവരാണ് നിങ്ങൾ. ഇപ്പം ഞങ്ങളോട് ആജ്ഞാപിക്കുകയാണോ? ഇതിപ്പോ പാമ്പിന് അമൃത് കൊടുത്തതുപോലെ ആയിപ്പോയി.
എന്നിട്ട് ആ പാമ്പ് തിരിച്ച് കൊത്തുകയാണ് ഇവിടെ. അലം യദൂന നരദേവലാഞ്ചനൈർ ധാതു പ്രദീപൈ ഫണിനാമിവാമൃതം യേസ്മത് പ്രസാദോപജിതാഹി യാദവ ആജ്ഞാപയന്ത്യദ്യ ഗതത്ര പാപതാം. ശ്ലോകം 28. കഥമിന്ദ്രോപി കുരുഭേർ ഭീഷ്മദ്രോണാർജുനാദിഭിഃ അതത്തം അവരുന്ധീത സിംഹഗ്രസ്ത ഇവോരണഃ. കഥം ഇന്ദ്രഃ അപി കുരുഭിഃ ഭീഷ്മദ്രോണ അർജുനാദിഭിഃ അതത്തം അവരുന്ധീത സിംഹഗ്രസ്തം ഇവ ഉരണഃ. ഭീഷ്മദ്രോണ അർജുനാദിഭി, ഭീഷ്മർ, ദ്രോണർ, അർജുനൻ മുതലായ കുരുക്കളാൽ അതത്തം ദാനം ചെയ്യപ്പെടാത്തതിനെ ഇന്ദ്രഹാപി ഇന്ദ്രനും കൂടി സിംഹഗ്രസ്തം സിംഹത്താൽ ഗ്രസിക്കപ്പെട്ടതിനെ ഉരണ എന്ന് വെച്ചാൽ ആട്, ഉരണഹ ഇവ ആടെന്ന പോലെ കഥം എങ്ങനെ അരുന്ധീത സ്വീകരിക്കും. അപ്പൊ ഭീഷ്മര്, ദ്രോണർ, അർജുനൻ തുടങ്ങിയ കുരുക്കൾ അവരുടെ മനസ്സാൽ നൽകാത്ത അധികാരം ഇന്ദ്രനു കൂടി സ്വീകരിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ സിംഹത്തിന്റെ അധികാരത്തെ ആടിന് സ്വീകരിക്കാൻ കഴിയുമോ? അതുപോലെയാണ് കുരുക്കളുടെ സമ്മതം കൂടാതെ അവരുടെ അധികാരത്തെ നിങ്ങൾ പ്രയോഗിക്കുന്നത്. അതായത് ഇപ്പോ ആജ്ഞാപിക്കുകയാണ്. അപ്പൊ കുരുക്കളുടെ അധികാരത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. അത് ഒരു സിംഹത്തിന്റെ അധികാരത്തെ ആട് ചോദ്യം ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് നിങ്ങളും ചെയ്യുന്നത് എന്ന് പറയുന്നു. കഥമിന്ദ്രോപി കുരുഭേർ ഭീഷ്മദ്രോണാർജുനാദിഭിഃ അതത്തം അവരുന്ധീത സിംഹഗ്രസ്തമിവോ ഉരണഃ. ശ്ലോകം 29. ശ്രീശുകോവാച ജന്മബന്ധു ശ്രിയോന്നദ്ധം അദാസ്തേ ഭരതർഷഭ ആശ്രാവ്യ രാമം ദുർവാച്യം അസഭ്യാപുരം ആവിശൻ. ശ്രീശുകൻ പറയാണ്, ജന്മബന്ധു ശ്രിയോ ഉന്നദ്ധം, ശ്രിയ ഉന്നദ്ധ മത, ഉന്നദ്ധ മത തേ ജന്മബന്ധു ശ്രിയ ജന്മം കൊണ്ടും ബന്ധുക്കളെ കൊണ്ടുമുള്ള ശ്രിയാൽ ഉന്നദ്ധമത ഉത്കൃഷ്ടമായ മതത്തോടുകൂടിയ അസഭ്യാഹ ദുർജനങ്ങളായ തേ നിങ്ങൾ ദുർജനങ്ങളായ അവർ ഭരതർഷഭ ഹേ ഭരതശ്രേഷ്ഠ. ശ്രീകൻ പരീക്ഷത്തിനോട് പറയുകയാണ്. അപ്പൊ അങ്ങനെ ജന്മം കൊണ്ടും ഐശ്വര്യം കൊണ്ടുമൊക്കെ മതം ഉണ്ടായ അവർ കുരുക്കൾ ഭരതർഷഭ ഹേ പരീക്ഷത്തെ ദുർവാച്യം പരുഷമായ വാക്യത്തെ രാമനെ ആശ്രാവ്യ ശ്രവിപ്പിച്ചിട്ട് പുരത്തെ ആവിശൻ പ്രവേശിച്ചു. അപ്പോൾ അവർ ദുർജനങ്ങളായ കുരുക്കൾ പരുഷവാക്യം ബലരാമനോട് പറഞ്ഞിട്ട് അവർ രാജധാനിയിലേക്ക് പോവുകയും ചെയ്തു എന്ന് ശ്രീശുകൻ പരീക്ഷത്തിനോട് പറയുന്നു. ജന്മബന്ധുഷിയോന്നദ്ധ മതാസ്തേ ഭരതർഷഭ ആശ്രാവ്യ രാമം ദുർവാച്യം അസഭ്യാപുരം ആവിശൻ. ശ്ലോകം 30. ദൃഷ്ട്വാ ഗുരുണാം ദൗശീല്യം ശ്രുത്വാ വാച്യാനി ചാച്യുത അവോജയത്കോപസംരബ്ധോ ദുഷ്പ്രേഷ്യ പ്രഹസന്മുഹു. ദൃഷ്ട്വാ കുരൂണാം ദൗശീല്യം ശ്രുത്വാ അവാച്യാനി ച അച്യുത നാശമില്ലാത്തവനും ദുഷ്പ്രേഷ്യ
പരാജയം പ്രാപിക്കാൻ കഴിയാത്തവനുമായ രാമൻ കുരുണാം ഗുരുക്കളുടെ ദൗശീല്യം ദുസ്വഭാവത്തെ ദൃഷ്ട്വാ കണ്ടിട്ട് അവാച്യാനി ദുർഭാഷണങ്ങളെ ശ്രുത്വ ശ്രവിച്ചിട്ടും കോപസംരക്ത ഏറ്റവും കോപത്തോടു കൂടിയവനായി മുഹുഹു പിന്നെയും പ്രകർഷേണ ചിരിച്ചുണ്ട് അപോജെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ബലരാമന്റെ മഹത്വം അവർക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ പരിപൂർണ വീര്യാതിശയത്തോടു കൂടിയ നാശമില്ലാത്തവനായ പരാജയം പ്രാപിക്കാത്തവനായ ആ ബലരാമൻ കുരുക്കളുടെ ഈ അധിക്ഷേപ വാക്കുകൾ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് പല പ്രാവശ്യം ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ദൃഷ്ട്വാ ഗുരുണാം ദൗശീല്യം ശ്രുത്വാ വാചാനി ചാച്യുത അപോജയ കോപ സംരപ്തോ ദുഷ്പ്രേക്ഷ്യ പ്രഹസന്മുഹു. ശ്ലോകം 31. നൂനം നാനാമതോന്നത്ത ശാന്തിന്നേച്ഛന്ത്യ സാധവഃ തേഷാം ഹി പ്രശമോ ദണ്ഡ പശൂനാം ലഘുഡോ യഥാ. നൂനം നാനാ മതോന്നത്ത ബഹുവിധമായ മതങ്ങളാൽ ഗർവിഷ്ഠരായ അസാധവക ദുർജനങ്ങൾ, ഗുരുക്കളെ പറയുന്ന ദുർജനങ്ങൾ, ശാന്തിയെ ന ഇച്ഛതി നേച്ഛന്തി അസാധവക ന ഇച്ഛന്തി അസാധവക ന ഇച്ഛന്തി അവർ ഇച്ഛിക്കുന്നില്ല. പശൂന മൃഗങ്ങൾക്ക് ലഘുഡഹ യഥ വടി എന്ന പോലെ തേഷാം അവർക്ക് ദണ്ഡഹി ദണ്ഡം തന്നെ പ്രശമ പ്രകർഷേണ ശമത്തെ ഉണ്ടാക്കി തീർക്കും. നൂനം നിശ്ചയം. അപ്പോ ബലരാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവർക്ക് അഹങ്കാരം കൊണ്ട് മതമുണ്ടായി. അപ്പോൾ ഇവരെ ഗർവിക്കുന്നു, ഇവരുടെ ദുർജന സ്വഭാവമാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ശാന്തിക്ക് അവർ അർഹരല്ല. ഇപ്പൊ ദുഷ്ടമൃഗങ്ങളെ ഇണക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവയ്ക്ക് അടി കൊടുക്കണം. അതുപോലെ ദുർജനങ്ങളായ ഇവരുടെ മതം ശമിപ്പിക്കണമെങ്കിൽ ഇവരുടെ നേർക്ക് ദണ്ഡോപായം തന്നെ പ്രയോഗിക്കണം എന്ന് ബലരാമൻ നിശ്ചയിക്കുന്നു. നാനാമതോന്നത്ത ശാന്തിന്നേച്ഛന്ത്യ സാധവഃ തേഷാം ഹി പ്രശമോ ദണ്ഡ പശൂനാം ലഘുഡോ യഥാ. ശ്ലോകം 32. അഹോ യദൂൻ സു സംരബ്ധാൻ കൃഷ്ണം ച കുപിതം ശനൈ സാന്തയിത്വാഹമേതേഷാം ശമം ഇച്ഛൻ ഇഹാഗതഃ. അഹോ യദൂൻ സുസംരബ്ധാൻ കൃഷ്ണം ച കുപിതം ശനൈഃ സാന്തയിത്വാ അഹം ഏതേഷാം ശമം ഇച്ഛൻ ഇഹ ആഗതഃ. അഹോ യദൂൻ സുസംരബ്ധാൻ ഏറ്റവും ക്രോധിച്ചവരായ യദുക്കളെയും കുപിതം കോപിച്ചവനായ കൃഷ്ണം ച കൃഷ്ണനെയും ശനൈഹി മെല്ലെ സാന്തയിത്വ സമാധാനിപ്പിച്ചിട്ട് അഹം ഞാൻ ഏതേഷാം ഇവരുടെ ശമത്തെ ഇച്ഛിക്കുന്നവരായിട്ട് ഇഹ ഇവിടെ ആഗതഃ വന്നവനായി. അഹോ കഷ്ടം. അപ്പൊ അവിടെ ഈ സാമ്പനെ ഇങ്ങനെ കെട്ടിയിട്ടു എന്നറിഞ്ഞ ഉടനെ കൃഷ്ണനും എല്ലാ പേരും യുദ്ധത്തിനായി വരാൻ തയ്യാറായതാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ആ കൃഷ്ണനെയൊക്കെ അവിടെ സമാധാനിപ്പിച്ചു. കൃഷ്ണൻ കോപിച്ചപ്പോൾ ഒരുവിധം കൃഷ്ണനെയൊക്കെ സമാധാനിപ്പിച്ചു. ഇവരോട് ഞാൻ സമാധാന സന്ധി ചെയ്തോളാം എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടെ വന്നപ്പോഴാ ഇവരുടെ പ്രവൃത്തി, ഇവരുടെ സംസാരം ഇങ്ങനെയാണ്. ബലരാമന് ദേഷ്യം വന്നു. അഹോ യദൂൻ സുസംരബ്ധാൻ കൃഷ്ണം ച കുപിതം ശനൈഃ സാന്തയിത്വാഹമേതേഷാം
ശമമിച്ഛൻ ഇഹാഗതാഹ ഇഹ ആഗതഃ. ശ്ലോകം 33. തൈമേ മന്ദമതയാ കലഹാഭിരതാ ഖലാഹ തം മാമവജ്ഞായ മുഹുർ ദുർഭാഷാൻ മാനിനോ ബ്രുവൻ. തൈമേ മന്ദമതയഃ കലഹാഭിരതാഹ കലഹാഭിരതാഹ കലഹത്തിൽ താല്പര്യത്തോടു കൂടിയവരും ഖലാഹ ദുഷ്ടന്മാരും മന്ദമതയഃ ബുദ്ധിശൂന്യരുമായ തേയിമേ ഇവർ ഈ കുരുക്കൾ തം മാം എന്നെ അവജ്ഞായ അവമാനിച്ചു. അവിടെ കൃഷ്ണനെ എല്ലാം സമാധാനിപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെയുള്ള എന്നെ ഇവർ അവജ്ഞായ അവജ്ഞായ എന്നെ അവർ അവമാനിച്ചിട്ട് മാനിനക അഭിമാനികളായിട്ട് മുഹു പിന്നെയും പിന്നെയും ദുർഭാഷാൻ ദുർവാക്കുകളെ അബ്രുവൻ പറഞ്ഞു. അപ്പൊ എന്നെ അവമാനിച്ചിട്ട് വീണ്ടും വീണ്ടും ഞങ്ങളെ യദുക്കളെ ആക്ഷേപിച്ചവർ സംസാരിച്ചു. ഇത് ബലരാമൻ പറയുന്നതാണ്. തൈമേ മന്ദമതയാ കലഹാഭിരതാ കല തം മാമവജ്ഞായ മുഹുർ ദുർഭാഷാൻ മാനിനോ ബ്രുവൻ. ശ്ലോകം 34. നോ ഉഗ്രസേന കില വിഭോർ ഭോജവൃഷ്ണ്യന്തകേശ്വരഃ ശക്രാദയോ ലോകപാല യസ്യാദേശ അനുവർത്തിനഃ. ന ഉഗ്രസേനഃ വിഭുഃ ഭോജ വൃഷ്ണി അന്തക ഈശ്വരഃ ശക്രാദയഃ ലോകപാല യസ്യ ആദേശാനുവർത്തിനഃ. ഭോജ വൃഷ്ണി അന്തകേശ്വര ഭോജന്മാരുടെയും വൃഷ്ണികളുടെയും അന്തകന്മാരുടെയും സ്വാമിയായ ഉഗ്രസേനൻ ന വിഭു കില സമർത്ഥനല്ല പോലും. ഭോജന്മാരുടെ അന്തകന്മാരുടെ എല്ലാം സ്വാമിയായ ഉഗ്രസേനൻ രാജാവല്ല പോലും, സമർത്ഥനല്ല പോലും. ശക്രാദയ ഇന്ദ്രൻ മുതലായ ലോകപാലകന്മാർ യസ്യ യാതൊരുവന്റെ ആദേശാനുവർത്തിനഃ ആദേശത്തെ അനുസരിക്കുന്നവരാണ്. അപ്പൊ ഇന്ദ്രൻ തുടങ്ങിയ ലോകപാലന്മാർ ഈ ഉഗ്രസേനന്റെ ആദേശത്തെ അനുവർത്തിക്കുന്നവരാണ്. ആ ഉഗ്രസേനൻ സമർത്ഥനല്ലെന്ന് ആണ് യദുക്കൾ പറയുന്നത്. നോ ഉഗ്രസേന കില വിഭോർ ഭോജവൃഷ്ണ്യന്തകേശ്വരഃ ശക്രാദയോ ലോകപാല യസ്യാദേശാനുവർത്തിനഃ. ശ്ലോകം 35. സുധർമ്മ ആക്രമ്യതേ യേന പരാജിതോ മരാംഘ്രിപ ആനീയ ഭുഞ്ച്യതേ സോസൗ ന കില അധ്യാസനാർഹണഃ. സുധർമ്മ ആക്രമ്യതേ യേന പാരിജാതഃ അമരാംഘ്രിപഃ. യേന യാതൊരുവനാൽ സുധർമ്മ എന്നു പേരായ ഇന്ദ്രസഭ ആക്രമിക്കപ്പെടുന്നു. ആ ഇന്ദ്രന്റെ സുധർമ്മയെ പോലും ആക്രമിച്ച ആൾക്കാരാണ് വൃഷ്ണികള്. അമരാംഘ്രിപ ദേവന്മാരുടെ വൃക്ഷമായ പാരിജാതം ആനീയ കൊണ്ടുവന്നിട്ട് ഭുജിക്കപ്പെടുന്നു. അപ്പൊ കൃഷ്ണൻ അവിടെ ചെന്ന് ദേവേന്ദ്രനെ എതിർത്തിട്ടും പാരിജാതത്തെ മൂടോടെ പറിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെ പാരിജാതത്തെ ഇവിടെ കൊണ്ടുവന്നിട്ട് അതും ഇവിടെ അനുഭവിക്കുന്നു. സഹാസൗ ഇവൻ അധ്യാസനാർഹണ സമാനമായ സിംഹാസനത്തിന് യോഗ്യൻ നക്കില്ല അല്ല പോലും. അപ്പൊ ഇവരെന്താണ് പറയുന്നത്? യദുക്കളെ പറ്റി ഇവരെ എന്താണ് പറയുന്നത്? ഉഗ്രസേനൻ കൽപ്പിക്കാൻ അർഹനല്ല പോലും. യാതൊരുവന്റെ കൽപ്പന അനുസരിച്ച് ഇന്ദ്രാദി ലോകപാലകന്മാർ പോലും പ്രവർത്തിക്കുന്നു. യാതൊരുവൻ സുധർമ്മ എന്ന പ്രസിദ്ധമായ ദേവേന്ദ്ര സഭയിൽ പ്രവേശിച്ച് പാരിജാതം എന്നു പേരായ ദേവവൃക്ഷം കൊണ്ടുവന്ന് സ്വന്തം രാജധാനിയിൽ സ്ഥാപിച്ചു. ദേവലോകസുഖം ഈ ലോകത്തില് അനുഭവിക്കുന്നു. അത്രത്തോളം യോഗ്യനായ ശ്രീകൃഷ്ണൻ മനുഷ്യലോകത്തിലെ രാജാവിനിരിക്കാനുള്ള സിംഹാസനത്തിൽ ഇരിക്കാൻ അർഹനല്ല എന്നാണ് അവർ പറയുന്നത്. ഇവർ പറയുന്ന യദുക്കൾക്ക് സിംഹാസനത്തിന്
അർഹതയില്ല, ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് കിട്ടിയിരിക്കുന്നത്. അവർക്ക് ഈ അവകാശമെല്ലാം കിട്ടിയിരിക്കുന്നത് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ബലരാമന് ദേഷ്യപ്പെട്ട് പറയുകയാണ്. അപ്പൊ ഇന്ദ്രന്റെ പാരിജാതം പോലും ഇവിടെ ഭൂമിയിൽ കൊണ്ടുവന്ന് അത് അനുഭവിക്കുന്ന കൃഷ്ണൻ സിംഹാസനത്തിന് യോഗ്യനല്ല പോലും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ബലരാമൻ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുധർമാക്രമ്യതേയേന പാരിജാതോ മരാംഘ്രിപ ആനീയ പുഞ്ചതേ സോസൗ ന കിലാധ്യാസനാർഹണഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.